വെയിറ്റ് ലൂസ് ചെയ്യുമ്പോഴേ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നി എന്ത് ചെയ്യും? അത് നല്ല സാലഡും അച്ചാറും പപ്പടവും മുട്ട പുഴുങ്ങിയതൊക്കെ കൂട്ടി ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാലോ? വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങോട്ട് ഉണ്ടാക്കുക തന്നെ. ബിരിയാണി കഴിക്കാനുള്ള പൂതി സഹിക്കാൻ പറ്റാത്തപ്പോൾ ഞാനും ഉണ്ടാക്കിയൊരു ബിരിയാണി ഹെൽത്തി വേർഷനാണ്. ഇതാ പിടിച്ച റെസിപ്പി. ഞാനിവിടെ ചിക്കൻ്റെ ബോൺലെസ് പീസാട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ബിരിയാണിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം എന്താ? ഉള്ളി വറുത്തത്. അത് നമ്മളിന്ന് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പാർച്ച്മെന്റ് പേപ്പർ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തുള്ളി ഗീ ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ എയർ ഫ്രയറിന് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ശരിക്കും നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന ഏകദേശം അതേപോലെ കിട്ടി. പക്ഷെ നമുക്ക് ടേസ്റ്റ് അല്ല, നമ്മൾ വെയിറ്റ് ലോസിലാണ്, അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം ഇട്ട പോലെ ഒറ്റ ടീസ്പൂൺ ഗീ ആട്ടോ നമ്മൾ ഈ മൊത്തം ബിരിയാണി ഉണ്ടാക്കി ഉപയോഗിക്കുന്നത്. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ്. അതിനുശേഷം നമ്മൾ സാധാരണ സ്പൈസസ് ആഡ് ചെയ്ത് സവോളയും ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ബിരിയാണിയുടെ പണി നടക്കുമ്പോൾ തന്നെ നമ്മുടെ സൈഡ്സിൻ്റെ പണിയും കൂടി നടക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ സവോള, തക്കാളി, ക്യാരറ്റ്, കൊറിയാൻഡർ, ഒരു 2 സ്പൂൺ തൈരൊക്കെ ഇട്ടിട്ട് ഉപ്പോട്ടിട്ടിട്ട് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് സാലഡ് കേട്ടോ. പക്ഷേ ഇതിനാണ് നമുക്കിന്ന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ. പിന്നെ സാധാരണ പോലെ നമ്മുടെ സവോള വഴറ്റിയതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനോട് ഇട്ടിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ പപ്പടം ഇല്ലാത്തൊരു ബിരിയാണി ചിന്തിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ എയർ ഫ്രയറിൽ പപ്പടം ഫ്രൈ ചെയ്യാൻ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടായിരുന്ന ചിക്കൻ്റെ ഹാഫ് പോർഷൻ മാറ്റി വെച്ചു. കാരണം ഫുള്ളിൽ ഞാൻ റൈസ് മിക്സ് ചെയ്താൽ ഞാൻ മുഴുവൻ ഇരുന്ന് കഴിക്കും. അതുകൊണ്ട് ഹാഫ് പോർഷനിൽ മാത്രമേ ഞാൻ റൈസ് മിക്സ് ചെയ്തുള്ളൂ കേട്ടോ. ഞാനിവിടെ ബസ്മതി റൈസിന് പകരം പൊന്നി റൈസാണ് ഉപയോഗിക്കുന്നത്. പൊന്നി റൈസ് ആക്ച്വലി വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഇതിന് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. അതേപോലെ ഹൈ ഫൈബർ ഉള്ള ഒരു അരി കേട്ടോ. അപ്പോൾ നല്ലതാണ് വെയിറ്റ് ലോസിന്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഫ്രൈഡ് ഓണിയനും അതേപോലെ തന്നെ കൊറിയാൻഡറും ഇട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ വെക്കുവാണേ. ബൈ ദി ടൈം നമ്മുടെ പപ്പടം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയിലെത്തോണ്ട് അധികം പൊള്ളിയിട്ടില്ല, സ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബിരിയാണി നമ്മളൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മളിനി സെർവ് ചെയ്യാൻ പോവാം കേട്ടോ. നല്ല ചൂട് ബിരിയാണി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. ഈ പ്ലേറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഈസ്തറ്റിക് ആകാൻ വേണ്ടി വേറെ പ്ലേറ്റിൽ വെക്കാമായിരുന്നു. പക്ഷേ ലുക്കിലല്ലോ, വർക്കിലല്ലേ കാര്യം. പിന്നെ നിറയെ സാലഡ്, ഞാൻ എത്രയാണോ ബിരിയാണി റൈസ് എടുത്തിട്ടുള്ളത് അത്രയും തന്നെ ഞാൻ സാലഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട, അതിന് കുറച്ച് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്പടം, ഓൾസോ അച്ചാർ. ഇതിൻ്റെ അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്. ഈ അച്ചാറിന് വേണ്ടി ഞാൻ മരിക്കാനും റെഡി കേട്ടോ. അത്രയും ടേസ്റ്റുള്ള അച്ചാറാണ്. അങ്ങനെ ആ റൈസും അതിൻ്റെ കൂടെ കുറച്ച് സാലഡും പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഡേറ്റ്സ് ആൻഡ് ലൈം പിക്കിളൂടെ വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മേ സ്വർഗ്ഗമായിരുന്നു, സ്വർഗ്ഗം. അതേപോലെ തന്നെ പപ്പടം നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ ആൻഡ് ടേക്ക് കെയർ.